ഹായ് ഫ്രണ്ട്സ്, ജി ക്രാഫ്റ്റ്സ് ആൻഡ് ജി വേൾഡിൻ്റെ എല്ലാ കൂട്ടുകാർക്കും സന്തോഷം നിറഞ്ഞ പുതുവർഷം ആശംസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോ നമ്മൾ പഴയ കലണ്ടർ വെച്ചാണ് ചെയ്തെടുക്കുന്നത്. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കലണ്ടറിൽ നിന്നും ഇതുപോലൊരു പേജ് നമ്മൾ കീറിയെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കത് ഇതുപോലൊന്ന് മടക്കി കൊടുക്കണം. നമ്മളത് മടക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ആ മടക്കിലൂടെ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ കുറച്ചെണ്ണം അതിൽ നിന്നും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പീസും നമുക്ക് റോൾ ചെയ്തെടുക്കണം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പഴയ കലണ്ടറൊക്കെ വെച്ച് നമ്മൾ വേറെയും ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നതിൽ നിന്നും ഇതുപോലെ കുറച്ചെണ്ണം നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. കലണ്ടറിൽ നിന്നും വീണ്ടും നമ്മൾ ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുള്ളതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് നമുക്കിതിലേക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്കിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് നമ്മൾ റോൾ ചെയ്ത് വെച്ചിട്ടുള്ളത് ഓരോന്നും ഇതുപോലെ ചേർത്ത് ഒട്ടിച്ചെടുക്കണം. നമ്മൾ പഴയ കലണ്ടർ വെച്ച് മുൻപ് ചെയ്തെടുത്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകളുടെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കണേ. വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് പഴയ കലണ്ടർ വെച്ച് അതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമ്മൾ ഒട്ടിച്ചെടുത്തത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മളത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതേ വലിപ്പത്തിലുള്ള ഒരെണ്ണം കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരേ വലിപ്പത്തിലുള്ള കുറച്ച് ചെറുത് രണ്ടെണ്ണം നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് വീതി കൂടിയത് ഒരെണ്ണം നമ്മൾ ചെയ്തെടുത്തു. ഇത് നമുക്ക് ഒരു ബോക്സ് പോലെ ഒട്ടിച്ചെടുക്കാനുള്ളതാണ്. ആദ്യം നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുന്നുണ്ട്. അതിനുശേഷം ഇതിൽ കൂടുതലായി നിൽക്കുന്ന ഭാഗം കട്ട് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കതൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ പെട്ടെന്ന് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട് ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത്. നമ്മളിന്ന് പഴയ കലണ്ടർ വെച്ച് ഒരു കുഞ്ഞു ഉന്തുവണ്ടിയുടെ മോഡലാണ് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ ചെറിയ 2 പീസ് ഇവിടെയായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. പിന്നീട് നമ്മൾ കലണ്ടറിൽ നിന്നും ചെറിയ 4 പീസുകൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ആ 4 പീസും നമ്മൾ ഓരോ കോണിലും ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മളിവിടെ 2 പീസ് കട്ട് ചെയ്തെടുത്തു. ഇത് നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കണം. പിന്നീട് നമ്മൾ കുറച്ച് ചെറിയ 4 പീസുകളും കലണ്ടറിൽ നിന്നും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും നമ്മൾ റോൾ ചെയ്തെടുത്തു. അതിൽ നിന്നും 2 ചേർത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഒട്ടിച്ചെടുത്തത് ഈ ഒരു അടപ്പിൽ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെയായിട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമുക്കത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനുള്ളിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു പീസ് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു. ഇനി നമുക്ക് ചെറിയ 2 പീസുകൾ വീണ്ടും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. അതും നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനിടയിലൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ ഇത്രേ ചെയ്യുന്നുള്ളൂ. ഇനി നമ്മൾ നേരത്തെ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഈ വലിയ 2 നമുക്ക് ഇതിനടിയിൽ ഒട്ടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മളതൊന്ന് വെച്ച് നോക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനടിയിൽ ഇത് രണ്ടും ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അത് നമ്മൾ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന 2 എണ്ണവും നമുക്കൊരു വി ഷേപ്പിലായിട്ടാണ് ഒട്ടിച്ചെടുക്കേണ്ടത്. ഇനി നമുക്കതിൻ്റെ ഈ ഒരു ഭാഗത്താണ് ചക്രം ഒട്ടിച്ചെടുക്കേണ്ടത്. അത് നമുക്ക് അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതൊക്കെ നമുക്ക് ഫെവിക്കോൾ വെച്ചും വേണമെങ്കിൽ ഒട്ടിച്ചെടുക്കാം. നമ്മൾ ഒട്ടിക്കിട്ടുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇനി നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ഇത് 2 നമുക്ക് ഇവിടെയായിട്ട് ഒട്ടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അത് രണ്ടും നമ്മൾ ഒരേ വലുപ്പത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം. നമ്മളവിടെ വെച്ച് നോക്കിയതിന് ശേഷം വീണ്ടും അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതും കൂടെ അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതും കൂടെ അവിടെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ കുഞ്ഞു ഉന്തുവണ്ടിയുടെ മോഡൽ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ അതെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഇതിന് നമ്മളൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും പഴയ കലണ്ടറുകളൊക്കെ വെച്ച് ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ചാനലിൽ മുൻപ് കലണ്ടർ ഉപയോഗിച്ച് ചെയ്തെടുത്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക. ഇതുപോലെ നമ്മൾ പെയിൻറ്റ് കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ചക്രത്തിലും ഈ ഒരു ഭാഗത്തും നമ്മൾ ബ്ലാക്ക് കളർ പെയിൻ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം.
ഈ ഒരു ഭാഗത്തും കൂടെ നമ്മൾ ബ്ലാക്ക് കളർ പെയിൻറ് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് വെച്ച് കൊടുക്കാൻ കുറച്ച് പേപ്പർ പ്ലാന്റും കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള കളർ പേപ്പറുകളാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമ്മൾ കളർ പേപ്പർ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്താൽ മടക്കിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു പീസ് വീണ്ടും മടക്കി കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. പേപ്പർ പ്ലാന്റ് അതിൽ വെച്ച് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്കതിനകത്ത് വേണമെങ്കിൽ നിങ്ങളുടെ കമ്മലോ മാലയോ ഒക്കെ ഇട്ട് വെക്കാം. നമ്മളിവിടെ ഒന്നും കൂടെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ് പേപ്പർ പ്ലാന്റ് വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മളത് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളതൊന്ന് വിടർത്തി കൊടുക്കണം. ഇതുപോലെ തന്നെ വേറെയും കുറച്ചെണ്ണം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളതെല്ലാം നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതിനകത്തേക്കൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നതെല്ലാം നമ്മൾ ഇതുപോലെ അതിനകത്തേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൽ ഒട്ടിച്ചെടുക്കാനുള്ള പൂക്കൾ കൂടെ കളർ പേപ്പർ വെച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്തതിൻ്റെ വേസ്റ്റ് വന്ന പേപ്പറുകളൊക്കെയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്ത് അടപ്പ് വെച്ച് ഒരു റൗണ്ട് ഷേപ്പ് വരച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വീണ്ടും നമ്മളത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്ത് ഇതളുകൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മളത് പെൻസിലിൻ്റെ ബാക്ക് വശം കൊണ്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ 2 ഫ്ലവർ ചേർത്തൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ പല കളറിലുള്ള പൂക്കൾ നമ്മളിവിടെ ചെയ്തെടുത്തു. ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള പൂക്കളുടെ നടുക്കായിട്ട് നമ്മൾ യെല്ലോ കളർ പെയിൻറ് ബ്രഷിൻ്റെ ബാക്ക് വശം കൊണ്ട് ഇതുപോലെ ഒന്ന് കൊടുത്തെടുക്കുകയാണ്. ഇനി നമുക്ക് ആദ്യം നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള പൂക്കളെല്ലാം അതിലേക്കൊന്ന് വെച്ച് നോക്കാം. ഇതുപോലെ നമ്മൾ പൂക്കളെല്ലാം അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നിലും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ എല്ലാ പൂക്കളും അതിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി പഴയ കലണ്ടറുകളൊന്നും വെറുതെ കളയാതെ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കലണ്ടർ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള മറ്റ് ക്രാഫ്റ്റ് വർക്കുകൾ കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരിക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.